രാവിലെ ജനങ്ങൾ പുറത്തു പോകുന്നതും അതുപോലെ തന്നെ ഓഫീസിൽ പോകുന്നതും സ്കൂളിൽ പോകുന്ന കുട്ടികളടക്കമുള്ള ഒരു സമയത്തായതുകൊണ്ട് തന്നെ ജനങ്ങൾ തന്നെ ഒരു ഭീതിയിലാണ്. കരടിയാണെങ്കിലും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വന്യമൃഗങ്ങളുടെ ശല്യം എന്തായാലും ജനങ്ങൾക്കൊരു ഭീഷണിയായിട്ട് തന്നെ നിൽക്കുന്നതുകൊണ്ട് തന്നെ കരടിയാണെങ്കിൽ തന്നെ അവർക്ക് ഒരു പേടിജനകമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ തോട്ടങ്ങളിൽ കൂടെ വരുമ്പോൾ തന്നെ ആളുകൾ ഇതിനെ കണ്ട് പേടിച്ച് ഉരുണ്ട് വീണ് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒപ്പം തന്നെ രാവിലെ 9-10 മണിയാകുമ്പോഴേക്കും തന്നെ ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരെല്ലാം എത്തി. തീർച്ചയായിട്ടും വെള്ളമുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അവർ പറഞ്ഞത് പ്രധാനപ്പെട്ട ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. കരടിയാണെങ്കിലും ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം ഈ മേഖലയിലൊക്കെ പതിവാണ്. കമൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത്. വയനാട്ടിലെ ഏത് പ്രദേശത്താണെങ്കിൽ പോലും ഇങ്ങനെ കരടിയും കടുവയും കാട്ടാനയും ഒക്കെ വലിയ രീതിയിൽ ഭീതി സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ ജീവിതം തന്നെ എപ്പോഴും മുൾമുനയിലാകുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോഴിതാ ഇങ്ങനെ പട്ടാപ്പകലാണ് കരടി കടന്നു പോകുന്ന ദൃശ്യങ്ങൾ വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തും അങ്ങനെയാണോ? ഈ വന്യമൃഗങ്ങളുടെ ശല്യമൊക്കെ ഉള്ള പ്രദേശമാണോ ഇത്? അക്ഷയ, ഇത് ഒട്ടും അത്തരത്തിൽ വന്യമൃഗങ്ങളുടെ ശല്യമുള്ള പ്രദേശമല്ല. എൻ്റെ വീടിന് സമീപത്താണ്. ഇവിടെ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്ററേ ഉള്ളൂ ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക്. പൂർണ്ണമായും ജനവാസ മേഖലയാണ്. ഒരു തരത്തിലും അത്തരത്തിൽ വന്യമൃഗങ്ങളുടെ ഭീഷണിയുള്ള ഒരു സ്ഥലമല്ല. അപൂർവമായാണ്. കഴിഞ്ഞ ജനുവരിയിൽ ഒരു ആളെ കൊന്ന ഒരു കടുവ ഏതാണ്ട് ഈ വഴിയിലൂടെ സഞ്ചരിച്ച അവസാനം കുപ്പാടിത്തറ എന്ന സ്ഥലത്ത് വെച്ച് വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടുകയായിരുന്നു. അതുമാത്രമാണ് ഈ അടുത്ത കാലത്ത് ഇതിന് മുൻപ് ഒരു വന്യമൃഗം ഈ വഴിക്ക് വന്നിട്ടുള്ള ഒരു അനുഭവമുള്ളത്. അതല്ലാതെ സ്ഥിരമായി വന്യമൃഗ ശല്യമുള്ള ഒരു മേഖലയേ അല്ല. ചില പ്രദേശങ്ങളിൽ കാട്ടുപന്നിയുടെ ശല്യം അപൂർവമായി ഉണ്ട്, കുരങ്ങുകളുണ്ട്. അതല്ലാതെ മറ്റൊരു തരത്തിലുള്ള വന്യമൃഗങ്ങളും ഇത്തരത്തിൽ കടുവയോ കരടിയോ ആനയോ ഒന്നും ഇറങ്ങുന്ന സ്ഥലം അല്ല ഈ പ്രദേശം. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അത്തരത്തിൽ ഈ വന്യജീവികളെ എപ്പോഴും കണ്ടിട്ടോ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളുമായി ഇടപഴകിയോ ഉള്ള പരിചയമില്ല. അതും ഒരു പ്രശ്നം തന്നെയാണ്. കഴിഞ്ഞ തവണ കഴിഞ്ഞ ജനുവരിയിൽ 2022 ജനുവരിയിൽ ഈ കുപ്പാടിത്തറയിൽ കടുവയെ മയക്കുവെടി വെക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ തത്സമയം നൽകിയതാണ്. അന്നും അവിടെ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അന്ന് ഒരു അപകടമില്ലാതെ ആ സാഹചര്യം മാനേജ് ചെയ്യാൻ വനംവകുപ്പിനും പോലീസിനുമൊക്കെ കഴിഞ്ഞത്. വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അതേപോലെ ആളുകൾക്ക് അത്തരത്തിൽ ഈ വന്യജീവികൾ നാട്ടിലിറങ്ങിയ സാഹചര്യങ്ങൾ കണ്ടോ അതുമായി ഇടപഴകിയോ പരിചയമുള്ള ഒരു മേഖലയല്ല. അതുകൊണ്ട് തന്നെ ആളുകൾ വലിയ ആശങ്കയുമുണ്ട്. രാവിലെ ഞാൻ ഈ പറഞ്ഞതുപോലെ പള്ളിയുടെ അടുക്കളയിൽ കയറി, മറ്റൊരു വീടിൻ്റെ അടുക്കളയിൽ കയറി. അത്തരത്തിൽ ഈ കരടിയുടെ ഒരു സ്വഭാവം ഇത്തരത്തിൽ ഈ ജനവാസ മേഖലയിൽ ഇറങ്ങുമ്പോൾ കെട്ടിടങ്ങളിലൊക്കെ, ആളില്ലാത്ത കെട്ടിടങ്ങളിലൊക്കെ കയറും. ഭക്ഷണ സാധനങ്ങൾ ഉണ്ടെന്ന് തോന്നിയാൽ വാതിൽ തകർത്തടക്കം അകത്ത് കയറും. അത്തരത്തിൽ മറ്റ് വന്യജീവികളിൽ നിന്ന് വ്യത്യസ്തമായ ആളുകൾക്ക് വലിയ ഭയമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് ഈ കരടി ഈ വന്യമൃഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആളുകൾ വലിയ രീതിയിൽ പേടിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒരു വീടിൻ്റെ അടുക്കളയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ രാത്രി കയറിയത്. അത് കഴിഞ്ഞ് ഈ കൊമ്മയാട് പള്ളിയുടെ അടുക്കള വാതിൽ തകർത്ത് കയറുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇപ്പോൾ ഇന്ന് ഈ കരടിയെ പിടികൂടാൻ കഴിയും എന്ന പ്രതീക്ഷ തന്നെയാണ് വനംവകുപ്പിന് ഉള്ളത്. കാരണം കരടി എവിടെയാണ് ഉള്ളതെന്ന് ഉച്ച മുതൽ ലൊക്കേറ്റ് ചെയ്തിരുന്നു. ആ കുന്നിന് മുകളിൽ ആ ഒറ്റപ്പെട്ട തുരുത്തിലാണ് കരടിയെ വനംവകുപ്പ് ഓടിച്ച് കയറ്റിയത്. അവിടെ നിന്ന് ആണ് അല്പം മുമ്പ് കരടി ഇറങ്ങി ഓടുന്ന ദൃശ്യം നമ്മൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കരടിയെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വലിയ സംഘം തന്നെ, വനംവകുപ്പിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ സംഘം അവിടെ തുടരുന്നുണ്ട്. അക്ഷയ.